കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഇല്ലേ നല്ല ആഘോഷമായിട്ടാണ് കേട്ടോ നടത്തിയത്. അതായത് വലിയ ആഘോഷമല്ല, ചെറിയൊരു ആഘോഷം, നമ്മുടെ ഫാമിലി എല്ലാവരും ഒക്കെ വരുത്തിയിട്ടുള്ള ഒരു ആഘോഷം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്തിരുന്നു, പക്ഷെ അത് നമ്മൾ മേടിച്ചില്ല കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോയിലൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ടാവാം, എന്താണെന്നറിയാൻ പാടില്ല, അത് അപ്പം തന്നെ വാങ്ങിച്ചില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിലിരുന്ന് ആ ഫോട്ടോ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് സ്റ്റുഡിയോയിൽ പോയി എടുത്ത 2 ഫോട്ടോയാണ് കേട്ടോ ഇത്. സ്റ്റുഡിയോയിൽ പോയത് ഇതിൻ്റെ വലുതാണ് എടുത്തത്, പക്ഷേ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് സൈഡൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോകത്തില്ലേ, കുറച്ച് നാളിങ്ങനെ വെച്ചേക്കുമ്പോൾ ഇങ്ങനെ കേടായി പോവില്ലേ, അങ്ങനെ പോയി വന്നപ്പോഴേക്കും ഇനിയെങ്കിലും ഇത് സൂക്ഷിക്കണം എന്നുള്ള ഓർമ്മയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ശരിക്കും ഫോട്ടോസ് നമുക്ക് പല രീതിയിൽ ഇരിപ്പുണ്ട്, ഫോണിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇത് കാണാവുന്ന രീതിയിലൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതായത് റെസിനകത്താണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഇല്ലേ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നിലവിലുള്ളത് ഈ ഫ്രെയിം ചെയ്യണം, ഫോട്ടോ ഫ്രെയിം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, കുറച്ച് റെസിനും കയ്യിലുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ കയ്യിൽ നിലവിലുള്ളത്. അതായത് ഇത് ചെയ്യാനുള്ള ഫ്രെയിം ഒന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കേണ്ടത് ഫ്രെയിമാണ്. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നതൊക്കെ ഒരു ഈറ്റ കഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ബാംബു കർട്ടൻ ഉണ്ടാക്കിയില്ലേ, ആ കർട്ടൻ ഉണ്ടാക്കിയപ്പോൾ ഉപയോഗിച്ചിരുന്ന ഈറ്റയാണ്. ഇത് കുറച്ച് അവിടെയൊക്കെ കിടന്ന് വെച്ചത് അതെടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കയ്യിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ കളിപ്പാട്ടങ്ങളൊക്കെ വല്ല ടോയ്സ് അതും ഇതുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, മുത്തൊക്കെ ഉണ്ടാകുമായിരിക്കുമേ, അതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, ഇതിനകത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഉൾക്കൊള്ളിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങിപ്പോന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതായാലും ഈ ഈറ്റ കഷ്ണം കൊണ്ട് ആദ്യം ഫ്രെയിം ഉണ്ടാക്കാം കേട്ടോ, മുള ഉണ്ടാക്കാന്ന് പറയും. ഈ ഒരു ഈറ്റ കഷ്ണം നമ്മളിതേ മുറിച്ചിട്ട് ഈ ഒരു നീളവും ഈ ഒരു വീതിയും വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ വെച്ച് ഒട്ടിക്കാൻ പോകുന്നത്. ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് സാൻഡ് പേപ്പറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഉരച്ചിട്ട് ഈ സൈഡ് രണ്ടും തമ്മിൽ ഒട്ടാൻ വേണ്ടിയിട്ട് ഒരു 45 ഡിഗ്രി വരുന്ന രീതിയിൽ ഇതേ നമ്മളിങ്ങനെ ഉരച്ചെടുത്തിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത് ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ്, അതായത് 90 ഡിഗ്രിയിലാണ് ഒട്ടിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒട്ടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 45 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റായിട്ട് നല്ല സ്യൂട്ടായിട്ട് ഇരിക്കുവേ. ഇപ്പം നമ്മളിത് ഇങ്ങനെ ഗ്ലൂ ഇട്ട് ഒട്ടിക്കുവാണ് കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കാനായിട്ട് ഇത്തിരി പാടുണ്ട്, ഇത് നോക്കി. ഇപ്പം നമ്മളുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ചെറിയ 2 ഫ്രെയിമാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഇതേ പാളയല്ല, എപ്പോഴും പാള എടുക്കുന്ന കാരണം പാളയുടെ വിചാരമുള്ളൂ. ഇതെന്താണ് ഈറ്റ എടുത്തിട്ട് നടുകയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. അതായത് ഇത്രയും ചെറിയ പീസാക്കുവാണ്, നൈസായിട്ടുള്ള പീസാക്കാൻ പോവുകയാണേ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് ചീകി നൈസാക്കി എടുക്കാവേ. ഇങ്ങനെ നമ്മളിത് കുഞ്ഞ് 2 ഫ്രെയിമാണ് കേട്ടോ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതായത് ഒരെണ്ണം കുറച്ച് ചെറുതാണേ, നമ്മുടെ എയ്ഡൂസിൻ്റെ ഫോട്ടോ ഇത്തിരി വലുതും മിയാക്കുട്ടിയുടെ ഇത്തിരി ചെറുതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ 2 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നോക്കിയാൽ ഇതുപോലെയാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത്. ഈ ഫ്രെയിമിൻ്റെ ബാക്കിലായിട്ട് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു ഗ്ലൂ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. സൂപ്പർ. ഇനി നമ്മളുടെ ഈ ഫ്രെയിം ഒരു പരന്ന പ്രതലത്തിലേക്കാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് നോക്കി ഒരു മാർബിളിൻ്റെ കഷ്ണമാണ് കേട്ടോ, വേറെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിത് ഇത്രയും വലിയൊരു മാർബിൾ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. പണ്ട് ചപ്പാത്തിക്കല്ലാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇവിടെ. അപ്പോൾ ഇത് ഒട്ടിക്കാൻ പോകുന്നത് ഗ്ലൂ ഗൺ വെച്ചാണ് കേട്ടോ. ഇത് നോക്കി ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഇങ്ങനെ കഴിച്ച് ഒട്ടിച്ചേക്കാം. ഇപ്പം നമ്മളെ ഗ്ലൂ ഗണ്ണ് കണ്ട് ഒട്ടിക്കാന്നും പറഞ്ഞ് അകത്ത് കയറിയെങ്കിലും ആദ്യം കുറച്ച് നേരെ വശ വന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ ഇങ്ങനെ വരാതെ എന്തോ സ്റ്റക്കായി നിന്ന് പോയി കംപ്ലൈൻ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചാണ് ഇതത്തിൻ്റെ രക്ഷയിലായിരുന്നു കേട്ടോ. കുറേ സമയം ഒരു 2 മണിക്കൂർ അതിൻ്റെ പുറകെ പോയായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് പിറ്റേ ദിവസം പോയി ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഒട്ടിച്ചേക്കണേൻ്റെ ലക്ഷ്യം, അതായത് ഈ ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒട്ടിക്കണേൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ റെസിന് ഇത് ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മൈദപ്പശ ഉപയോഗിച്ചാലും മതി, പക്ഷേ ലീക്ക് ഉണ്ടാകാത്ത രീതിയിൽ വേണം കേട്ടോ ഇത് ഒട്ടിക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് ഡെക്കറേഷൻ വസ്തുക്കളൊക്കെ നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഡെക്കറേഷൻ വസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ചെറുപയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ചെറുപയർ നിറക്കാം. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറുപയറിൻ്റെ ഒരു ഗ്രീൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഒരു പുൽത്തകിട് പോലെയൊക്കെ തോന്നുമായിരിക്കും. എന്തായാലും ചെയ്ത് നോക്കാവേ. അപ്പോൾ ശരിക്കും ഈ ചെറുപയർ ആരും നശിപ്പിക്കുവാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ശരിക്കും ആഹാര പദാർത്ഥമാണ്, നമ്മൾ കഴിക്കാനുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ റെസിൻ ഒഴിച്ചത് നല്ല സൂക്ഷിച്ച് വെക്കുവാണ് കേട്ടോ. ഇതിന് കേടൊന്നും വരത്തില്ല, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രം. ഈ കേട് വരത്തില്ലെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? അതെ, നമ്മൾ 2 വർഷം മുമ്പില്ലേ ഈ റെസിൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉപയോഗിച്ച് നോക്കണത് ആദ്യമായിട്ട് അപ്പോഴായിരുന്നു കേട്ടോ ഈ ഇങ്ങനത്തെ റെസിനെ. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ പറമ്പിൽ നിന്ന് വെച്ചാൽ 2-3 മുക്കുറ്റിയുടെ പൂവായിരുന്നു കേട്ടോ. അത് ഇതിനകത്ത് ഇട്ടിട്ട് കണ്ടാ വലിയ കേടുപാടുകളൊന്നും വന്നിട്ടില്ല. അതായത് ജസ്റ്റ് ഒരു കളർ മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ യാതൊരുവിധ കേടുപാടും വരാതെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ശരിക്കും റെസിൻ ആർട്ട് ചെയ്യുമ്പോഴേക്കും ഡ്രൈ ഫ്ലവറും ഡ്രൈ ലീഫും ഒക്കെയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മളിത് ജസ്റ്റ് പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചതാണേ. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളുടെ പണി ചെയ്യാം. നമുക്കിത് ഇതാണ് ചെറുപയർ നിറയ്ക്കാം. ഇതിനകത്ത് ഒരു ലെയർ മാത്രം കേട്ടോ, ജസ്റ്റ് ഒരു ലെയർ.
രണ്ട് കുട്ടികളുടെയും ഫോട്ടോസ് നോക്കിയേ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രീതിയിൽ അങ്ങനെയൊന്നും ഇല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി നോക്കി നീയാക്കുട്ടി ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം നോക്കിയിട്ട് നോക്കി അവളുടെ പഴയ മാലയുടെ മുത്തുകൾ അവൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെ. അവൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അതിനകത്ത് 2-3 മുത്തുകൾ നമുക്കൊന്ന് അടിച്ചു മാറ്റി ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഉള്ളതിൽ ചെറിയ മുത്തുകൾ നോക്കി അങ്ങ് വെച്ച് കൊടുക്കാൻ പോവാണേ. എന്തെങ്കിലും ഒരു കുഞ്ഞു ഡിസൈനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കാം. ഇതേ നോക്കി നല്ല പളുങ്ക് പോലെ ഉണ്ട്. അയ്യോ ഇത് താഴെ പോയി. ഇതേ നോക്കി ഇത് കണ്ടോ, നല്ല തിളക്കമുള്ള മുത്തുകളാണെന്ന് തോന്നുന്നുണ്ട്. ഇനി ഇതിനകത്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി റെസിൻ മിക്സ് ചെയ്ത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ റെസിൻ ഒഴിക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് അളവായിരിക്കണം, അല്ലെങ്കിൽ എന്തായാലും ഫ്ലോപ്പായി പോകും, സെറ്റ് ആകത്തില്ല കേട്ടോ. അപ്പോൾ നോക്കിയേ, റെസിൻ എടുക്കേണ്ടതിൻ്റെ നേർ പകുതി ആയിരിക്കണം ഹാർഡ്നർ എടുക്കണം കേട്ടോ. അതായത് 2:1 എന്നുള്ള റേഷ്യോയിലെ അളക്കാൻ വേണ്ടിയിട്ട് ഔൺസ് ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 60 മില്ലി ആണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പം 30 മില്ലി ഹാർഡ്നർ ഒഴിക്കണം കേട്ടോ. 60 മില്ലി റെസിൻ എടുക്കട്ടെ. ആദ്യം 60 എടുത്തിട്ട് പിന്നെ 40 കൂടി എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ 100 മില്ലി ഉണ്ട്. അപ്പോൾ അതെ, ഹാർഡ്നർ എടുത്തിരിക്കുന്നത് 50 മില്ലിയാണ് കേട്ടോ. കറക്റ്റ് അളവായിരിക്കണം. പിന്നെ എടുക്കുമ്പോഴേക്കും എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ ജസ്റ്റ് വളരെ സൂക്ഷിച്ചൊന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം അതെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. മുത്ത് കാണാനില്ല. ഇപ്പൊ നമ്മൾ റെസിൻ ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇട്ടേച്ച മുത്തുകളൊന്നും കാണാനില്ല. നീ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി ഇട്ടതാണ്. ഇപ്പൊ മുത്തൊന്നും കാണാനില്ല കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ അടുത്ത സാധനം എടുത്തിരിക്കുകയാണ്. നോക്കിയേ, നീ ആ കുട്ടിയുടെ തന്നെ ക്ലിപ്പാണ്. ക്ലിപ്പിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തുള്ളത് സ്റ്റാർ പോലത്തെ ഒരു സീക്വൻസ് അത് നോക്കൊന്ന് ഇട്ട് നോക്കാവേ. അതെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. സ്റ്റാർ ഇട്ടിട്ട് കൊള്ളാട്ടാ ശരിക്കും ഇല്ലേ, ഇങ്ങനെ ഒരു തിളക്കമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ദേ ഒരു സേഫ്റ്റി പിൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി താഴത്തേക്ക് ഇറക്കി വെക്കണേ. അങ്ങനെ വെച്ച് കൊടുക്കട്ടെ. ശരിക്കും നമുക്കില്ലേ ഒരു 8-ന്റെ പണി കിട്ടിയിരിക്കുവാണ് കേട്ടോ. എന്താ കാര്യമെന്ന് അറിയാവോ, ഇത് നമ്മളിപ്പോൾ 18 മണിക്കൂറോളം ശരിക്കും സെറ്റ് ആകാനായിട്ട് 12 മണിക്കൂർ വെച്ചാൽ മതി. 18 മണിക്കൂറോളം വെച്ച് നല്ല സൂപ്പറായിട്ട് സെറ്റ് ആയിരിക്കുവാണ്. അപ്പോഴാണ് ഒരു കാര്യം ഓർക്കണം, റിലീസർ അടിച്ചില്ലായിരുന്നു കേട്ടോ. മിക്കവാറും ഇത് റിലീസായി പോരുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ശരിക്കും നല്ല ഫോട്ടോ അല്ലേ, ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് റിലീസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് സാധാരണഗതിയിൽ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് ദേ ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ കത്തിയും എടുത്തിട്ടുണ്ട്, പിന്നെ ദേ ഇടികല്ലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഒന്ന് നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കാം. പോരുവെന്നാന്ന് തോന്നണം കേട്ടോ, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഗൈസ് ഇതില്ലേ പോരാനായിട്ട് ഒരു ചാൻസും ഇല്ല കേട്ടോ. കാരണേ നമ്മളിങ്ങനെ അടിച്ചിങ്ങനെ കയറ്റും തോറും കത്തിയുടെ ഷേപ്പ് ഒന്നും മാറി ഉള്ളിലേക്ക് പോകുന്നതല്ലാതെ ഇങ്ങനെ അത് റിലീസായി പോരാനുള്ള ഒരു ഭാവവും കാണിക്കണില്ല കേട്ടോ. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കത്തി ഇങ്ങനെ ഷേപ്പ് മാറി കയറണമായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടേ ഇത് ഇനിയിപ്പോൾ ഈ കല്ല് തല്ലിപ്പൊട്ടിച്ചെടുത്താൽ പോലും ഇല്ലേ ഈ മിക്കവാറും ഈ ഫോട്ടോയും കൂടി പൊട്ടിപ്പോകുന്നല്ലാതെ ഒരു രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റിലീസ് അടിക്കാൻ ആ ഒരു ഒത്തിരി നേരത്തെ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ചതാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ 2 ഫോട്ടോയും. കാരണം വേറെ ഫോട്ടോ നല്ലതെന്ന് പറയാനായിട്ട് ഇങ്ങനെ കുഞ്ഞിലത്തേന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വലിയ കാര്യത്തിൽ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തതാണ്. അത് ഇങ്ങനെയായി. ഇനിയിപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പോലും പറ്റത്തില്ല. ഈ ഫോട്ടോ ഉള്ളിൽ നിന്ന് പോലും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ പയറുകളും പോയിട്ടുണ്ട് കേട്ടോ. ആഹാരപദാർത്ഥം ഞാൻ വേസ്റ്റ് ആക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പോയതെന്നാണ് തോന്നണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഏതായാലും വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു പാഠമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇല്ലേ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ. ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് മൂലം സംഭവിച്ചു, അതായത് ജസ്റ്റ് ഒന്ന് ഈ ഇവിടെ ഒന്ന് റിലീസർ ഒന്ന് സ്പ്രെഡ് ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു. പക്ഷെ ആ ഒരു നിമിഷത്തെ പ്രശ്നം കൊണ്ട് കണ്ട ഇത് ഫുള്ള് പോയി. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ ചെയ്യണം എന്നുള്ള കാര്യം ഇതിലൂടെ പഠിക്കാൻ പറ്റിയില്ലേ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ വീഡിയോ ശരിക്കും ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ. വീഡിയോ മാത്രമല്ല ഫോട്ടോയും ഫ്ലോപ്പായി പോയി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇല്ലേ നമുക്കൊരു അടുത്തൊരു റെസിൻ ആർട്ടിൻ്റെ ഒരു വെട്ടിക്കെട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.